പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 3-ാമത്തെ തിരുവചനം. നമ്മൾ അവിടെ വായിക്കുന്നത് ഇപ്രകാരമാണ്: പിതാവ് സകലതും തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തെങ്കിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു. പിതാവ് സകലതും തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തെങ്കിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്ന് യേശു അറിഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം നിർണായകമായ ഒരു വഴിത്തിരിവിൻ്റെ അധ്യായമാണ്. യേശുവിൻ്റെ അവസാന വിനാഴികകളെ സൂചിപ്പിക്കുന്ന അധ്യായം ആരംഭിക്കുന്നത് 13-ാം അധ്യായത്തിൽ നിന്ന് ആണല്ലോ. ഇവിടെ ഈ 3-ാമത്തെ തിരുവചനം 13-ാം അധ്യായത്തിൽ യേശുവിൻ്റെ അറിവിനെക്കുറിച്ചാണ് പറയുന്നത്. താൻ ദൈവത്തിൽ നിന്ന് വന്നുവെന്നും ദൈവത്തെങ്കിലേക്ക് തിരിച്ച് യാത്രയാകുന്നുവെന്നും ഈശോ അറിഞ്ഞു. യേശുവിൻ്റെ ഈ അറിവിനെക്കുറിച്ചാണ് നമ്മൾ പരിചിന്തനം നടത്തുന്നത്. എന്താണ് ഈശോ ആഗ്രഹിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ യേശുവിൻ്റെ അറിവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പല സ്ഥലങ്ങളിലുമായി യേശുവിൻ്റെ ഈ അറിവിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒയിഡ എന്ന് പറയുന്ന ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഒരു സാധാരണ അറിവല്ല. ഒരു അവബോധത്തിലേക്ക് യേശു കടന്നു വരികയാണ്. യേശു കാര്യങ്ങൾ ആഴമായി ഗ്രഹിക്കുകയാണ്. സാധാരണ ഒരു അറിവിൽ നിന്ന് പൂർണ്ണമായ ഒരു അറിവിലേക്ക് ഈശോ കടന്നു വരികയാണ്. ഒരു വ്യക്തിയുടെ അവബോധത്തിലേക്ക് നിറയുന്ന അറിവാണത്. ഇത് സാധാരണ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാവുന്നതല്ല. മറിച്ച് ഈ അറിവ് ആഴമായ അവബോധത്തിൽ നിന്ന്, അവയർനെസ്സിൽ നിന്ന് ലഭിക്കുന്ന ഒരറിവിനെക്കുറിച്ചാണ് ഒയിഡ എന്ന വാക്ക് അർത്ഥമാക്കുന്നത്. ഇത് തലകൊണ്ട് ചിന്തിക്കുന്ന ഒരറിവല്ല, മറിച്ച് ഹൃദയത്തിൽ നിന്നുയരുന്ന അറിവാണ്. ഈ അറിവിൻ്റെ പൂർണ്ണതയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് യേശുവിൻ്റെ മണിക്കൂർ എന്നുള്ളത്, അവസാന നിമിഷമായി എന്നുള്ളത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പല സ്ഥലങ്ങളിലും ഈശോ ഒരു അവബോധത്തിലേക്ക്, ഒരു അവയർനെസ്സിലേക്ക് കടന്നു വരുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 61-ാം തിരുവചനം, അതിൻ്റെ സാഹചര്യം ഇപ്രകാരമാണ്: ഞാനാണ് ജീവൻ്റെ അപ്പം എന്ന് പറഞ്ഞപ്പോൾ പലരും അവനിൽ ഇടറി. തൻ്റെ കൂടെ നിന്നിരുന്ന
ശിഷ്യന്മാർ പോലും പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈശോ അവരെ ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് ആഴമായി പഠിപ്പിക്കുകയാണ്. ഈ ഒരറിവാണ് മറ്റുള്ള വ്യക്തികളുടെ ഹൃദയഗതങ്ങൾ അറിയുന്ന സാഹചര്യമാണത്. അതുകൊണ്ടാണ് 13-ാം അധ്യായത്തിൽ 1-ാമത്തെ തിരുവചനവും 3-ാമത്തെ തിരുവചനവും യേശുവിൻ്റെ ഈ അറിവിനെക്കുറിച്ച് പറയുന്നത്. ഈ അറിവിനെക്കുറിച്ച് വീണ്ടും നമ്മൾക്ക് യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 4-ാമത്തെ തിരുവചനത്തിൽ കാണാനായിട്ട് സാധിക്കും. അവിടെ ഈശോ പറയുന്നത് ഇപ്രകാരമാണ്: തനിക്ക് സംഭവിക്കാനിരിക്കുന്നതെല്ലാം അറിഞ്ഞിരുന്ന ഈശോ, തനിക്ക് സംഭവിക്കാനിരിക്കുന്നതെല്ലാം അറിഞ്ഞിരുന്ന ഈശോ. അത് ഒരാഴമായ ഒരറിവാണ്. ഇനി എന്താണ് എനിക്ക് സംഭവിക്കുക? ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകേണ്ടത്? എങ്ങനെയാണ് എൻ്റെ ബലി പൂർത്തീകരിക്കേണ്ടത്? യേശുവിനെ ബന്ധിക്കുവാൻ യഹൂദ പ്രമാണികളും സൈന്യവുമൊക്കെ വരുമ്പോൾ ഇത് പൂർത്തിയാകേണ്ട മണിക്കൂറിലേക്കുള്ള ഒരു നിമിഷമായി ഈശോ അതിനെ കണ്ടുകൊണ്ട് എന്താണ് തനിക്ക് സംഭവിക്കാനിരിക്കുന്നത് എന്ന് ഉള്ള ഒരു പൂർണ്ണമായിട്ടുള്ള അറിവ്. ഇതൊരു ദൈവികമായിട്ടുള്ള ഒരു അറിവാണത്. ഇത് മാനുഷികമായിട്ടുള്ള അറിവല്ല, മറിച്ച് ദൈവികമായിട്ടുള്ളൊരു അറിവ്. ഈ ദൈവികമായിട്ടുള്ള ഈ ഒരറിവിലേക്ക് നമ്മൾ ഓരോരുത്തരും വളരുവാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അത് യേശുവുമായി നിരന്തരമായ ബന്ധത്തിൽ നിന്നാണ് ഈ ഒരു അറിവ് നമുക്ക് ലഭിക്കുക. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ 28-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: എല്ലാം നിറവേറിക്കഴിഞ്ഞുവെന്ന് ഈശോ അറിഞ്ഞു. തനിക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ, താൻ എവിടേക്ക് പോകുന്നു എന്നുള്ള കാര്യങ്ങൾ, എവിടെ നിന്ന് വന്നു എന്നുള്ള കാര്യങ്ങൾ, അതെല്ലാം ഈശോ അറിഞ്ഞു. ഈ ഒരു അറിവ് ദൈവികമായിട്ടുള്ളൊരറിവാണ്. ഈ ഒരറിവിൻ്റെ വെളിച്ചത്തിൽ നമുക്കെല്ലാവർക്കും 3 തരത്തിൽ ഇതിനോടനുബന്ധിച്ച് ഒരറിവ് ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒരു ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ്, ഒരു ചരിത്രാവബോധം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ മാനുഷികമായ ജീവിത സാഹചര്യങ്ങളിൽ, നമ്മുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ ഒരു ചരിത്രാവബോധം നമുക്കുണ്ടായിരിക്കണം. യേശു തനിക്കുള്ള ചരിത്രാവബോധത്തെക്കുറിച്ച് യോഹന്നാൻ 13:3 പറഞ്ഞു വയ്ക്കുന്നത് നമ്മൾ ആദ്യമേ കേട്ടല്ലോ. സകലതും പിതാവ് തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിങ്കിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നു. തൻ്റെ ഒറിജിൻ എവിടെ നിന്നാണെന്നും തനിക്ക് പൂർത്തീകരിക്കാനുള്ളത് എന്തൊക്കെയാണെന്നും ഉള്ള ഒരറിവ്. മാനുഷികമായി നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ച് ഒരു ചരിത്രാവബോധം നമുക്കുണ്ടാകണം. നമ്മളെല്ലാവരും ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്നും ദൈവത്തിങ്കിലേക്ക് തിരിച്ചു നടക്കാനുള്ളവരാണെന്നുമുള്ള ഒരറിവ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം ദൈവത്തിൻ്റെ കൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നതെന്നും ദൈവത്തിങ്കിലാണ് ഞാൻ അവസാനിക്കേണ്ടതെന്നുമുള്ളൊരറിവ്. അതിനെ ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലഘട്ടത്തെ ഒരു ചരിത്രാവബോധം, ഒരു ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ്. വീണ്ടും ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഓരോ സംഭവങ്ങളെക്കുറിച്ചും
ഓരോ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കാറുണ്ടല്ലോ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ചരിത്രമുണ്ട്. ആ ചരിത്രം ദൈവത്തിൽ അവസാനിക്കാനുള്ള ചരിത്രമാണ്. അതിനെക്കുറിച്ചുള്ളൊരറിവ് നമുക്കുണ്ടാകണം. ഞാൻ CMI സഭയിൽ അംഗമാണ്. CMI സഭ 1831 ആരംഭിച്ചുവെന്നും 190 വർഷം പൂർത്തിയായി എന്നുള്ള ഒരറിവ്, അതൊരു ചരിത്രപരമായൊരറിവാണ്. അതും നമുക്ക് ആവശ്യമാണ്, ഒരു ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ്. അങ്ങനെ ഒരു അറിവുള്ള വ്യക്തിക്കാണ് താൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും ഉള്ള ഒരു ദൈവികമായ അറിവിലേക്ക് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. യേശുവിൻ്റെ മൗലികമായ പ്രത്യേകമായ ഒരു ഗുണമാണ് ഈ അറിവ് എന്നുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് സാധാരണ ഒരറിവല്ല, മറിച്ച് ഇത് ആഴമേറിയ അവബോധവും ദൈവികമായിട്ടുള്ള അറിവുമാണ്. ഈ അറിവിലേക്ക് നമ്മൾ ഓരോരുത്തരും നടന്നെടുക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒന്നാമതായി ഒരു ചരിത്രാവബോധം നമുക്കുണ്ടാകണം. രണ്ടാമതായി ഒരു ആത്മീയ അവബോധം നമുക്കുണ്ടാകണം. എന്താണ് ആത്മീയ അവബോധം എന്നതുകൊണ്ട്, ഒരു സ്പിരിച്വൽ കോൺഷ്യസ്നെസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? മനുഷ്യൻ സാധാരണ റാഷണൽ എനിമൽ എന്ന് നമ്മൾ തത്വശാസ്ത്രത്തിലൊക്കെ പഠിക്കുകയും പറയുകയും ചെയ്യുമായിരിക്കും. പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഒരു മനുഷ്യനിൽ ആത്മീയ സത്ത കുടികൊള്ളുന്നുണ്ടെന്നും ആത്മീയമായിട്ടുള്ള അവബോധത്തിലേക്ക് അവൻ വളരണമെന്നും ഉയരണമെന്നുമുള്ള ഒരു തിരിച്ചറിവ്. അതുകൊണ്ടാണ് ഒരു സ്പിരിച്വൽ കോൺഷ്യസ്നെസ്, ഒരു സ്പിരിച്വൽ ഓയിഡ നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മൾ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും നമുക്ക് പൂർണ്ണമായിട്ടുള്ള ദൈവികമായിട്ടുള്ള അറിവുണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ 3ാമത്തെ എൻസൈക്ലിക്കൽ ഫ്രത്തേലി തൂത്തി, നാം എല്ലാവരും ഏക സഹോദരെന്നുള്ള ആ ചാക്രിക ലേഖനത്തിൽ സാഹോദര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതും ഒരു അവബോധമാണ്. നൈബർഹുഡിൽ നിന്ന് ബ്രദർഹുഡിലേക്ക് നമ്മൾ വളരേണ്ട കാലഘട്ടമാണിത്. നമ്മുടെ അയൽവാസികളെല്ലാം നമ്മുടെ സഹോദരന്മാരാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക്. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ആ അറിവ് പലപ്പോഴും കൈമോശം വരുന്ന സാഹചര്യത്തിലാണ്. നമ്മളെല്ലാവരും, ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരെല്ലാവരും ഒരു സ്പിരിച്വൽ കോൺഷ്യസ്നെസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ തൻ്റെ അയൽവാസി അവനും ദൈവികമായ മനുഷ്യനാണ്, അല്ലെങ്കിൽ ദൈവിക മനുഷ്യനാണ്, ദൈവത്തിൽ നിന്നാണ് അവൻ വരുന്നത് എന്നുള്ളൊരു അവബോധത്തിലേക്ക് ഞാനും വന്നു കഴിഞ്ഞാൽ അവനെ അംഗീകരിക്കുവാനും ബഹുമാനിക്കുവാനും ആദരിക്കുവാനും നമുക്ക് കഴിയും. അതുകൊണ്ടാണ് മാർപ്പാപ്പ തുടർന്ന് നമ്മെ പഠിപ്പിക്കുന്നത്, ഒരു ഡിലീറ്റിംഗ് കൾച്ചർ നമുക്കുണ്ട്, ഇല്ലായ്മ ചെയ്യുന്ന ഒരു കൾച്ചർ. അതിനേക്കാൾ ഉപരി വളർത്തുന്ന ഒരു കൾച്ചറിലേക്ക്, സ്നേഹിക്കുന്ന ഒരു കൾച്ചറിലേക്ക് നമ്മൾ വളരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് മാർപ്പാപ്പ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ഇല്ലായ്മ ചെയ്യുന്ന ഒരു കൾച്ചറിൽ നിന്ന് ശ്രവിക്കുന്ന ഒരു കൾച്ചറിലേക്ക്, അതിനേക്കാളുപരി പൊറുക്കുന്ന, ക്ഷമിക്കുന്ന ഒരു കൾച്ചറിലേക്ക് നമ്മൾ ഓരോരുത്തരും വളരേണ്ടിയിരിക്കുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നത്. അപ്പോൾ സാഹോദര്യം എന്ന് പറയുന്നത്
വളരെ ക്രിയാത്മകമായി ബോധപൂർവം വളർത്തേണ്ട ഒരു പ്രക്രിയയാണ്. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമാണ് ഒരു സ്പിരിച്വൽ കോൺഷ്യസ്നെസ്, സ്പിരിച്വൽ ഓയിഡ, ആത്മീയ അവബോധമുള്ളൊരു വ്യക്തിയാണ് ഈ വ്യക്തി എന്ന്, അല്ലെങ്കിൽ നമ്മെ ഓരോരുത്തരെയും കുറിച്ച് പറയുവാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് മാർപ്പാപ്പ വീണ്ടും നല്ല സമരിയക്കാരൻ്റെ ഉപമ എടുത്തുകൊണ്ട് ഫ്രത്തേലി തൂത്തിയിൽ നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നുണ്ടല്ലോ. നമ്മുടെ സമൂഹത്തിലും നമ്മൾ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലും മുറിവേറ്റവർ അനവധിയുണ്ട്. ഈ മുറിവേറ്റ് കിടക്കുന്നവർക്ക് വേണ്ടി അവരെ പരിചരിക്കാൻ, അവർക്ക് വേണ്ടി സമയം കണ്ടെത്താൻ, അവർക്ക് വേണ്ടി നമ്മുടെ കഴിവുകൾ ഉപകരിക്കാൻ മാർപ്പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ആത്മീയ അവബോധമുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് ഇതുപോലെ മറ്റുള്ളവരെ പരിചരിക്കാനും അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുവാനും അവർക്ക് വേണ്ടി തന്നെ ഓരോരുത്തരുടെയും കഴിവുകൾ ഉപകരിപ്പിക്കുവാനും സാധിക്കുകയുള്ളൂ. സ്നേഹമുള്ളവരെ, ഒരാത്മീയത്തിലേക്ക് നമ്മൾ നടന്നെടുക്കേണ്ട സമയമാണിപ്പോൾ. ഈ കാലഘട്ടം നമ്മെ ഓർമ്മപ്പെടുത്തി തരുന്നതും അതുതന്നെയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഒരു ചരിത്രാവബോധമുണ്ടാകണം, അതോടൊപ്പം തന്നെ ആത്മീയമായിട്ടുള്ള അവബോധമുണ്ടാകണം. അതോടൊപ്പം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് വയ്ക്കുന്നു, നമുക്കെല്ലാവർക്കും നിത്യാവബോധമുണ്ടാകണം. ഒരു ഇറ്റേണൽ കോൺഷ്യസ്നെസ് നമുക്കുണ്ടാകണം, ഒരു ഇറ്റേണൽ ഓയിഡ നമുക്കുണ്ടാകണം. നിത്യതയിലേക്ക് അവസാനിക്കുവാനുള്ളവനാണ്, നിത്യതയിൽ ദൈവത്തിനോടൊപ്പം വസിക്കാനുള്ളവനാണ് ഞാനെന്നുള്ളൊരു അവബോധം. ഈ അവബോധമെല്ലാം ഈശോയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നത്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെ ചിന്തിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഒരു നിത്യാവബോധം, നിത്യതയിലാണ് എൻ്റെ ജീവിതം, ഇവിടെ അവസാനിക്കുന്നില്ല, ദൈവത്തോട് ചേർന്ന് അവസാനിക്കാനുള്ളതാണ് എൻ്റെ ജീവിതമെന്ന് ഓർമ്മിപ്പിക്കാൻ, അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും അവസരമുണ്ടാകട്ടെ. അതുകൊണ്ടാണല്ലോ യോഹന്നാൻ 23-ാം മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ സമയത്ത്, ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മാർപ്പാപ്പമാരുടെ സ്ഥാനാരോഹണ സമയത്ത് പലപ്പോഴും സിംഹാസനത്തിൽ കയറ്റിയിരുത്തി പലർ കൂടെ ചുമന്നുകൊണ്ടാണ് മാർപ്പാപ്പയെ കിരീടധാരണത്തിനായിട്ട് കൊണ്ടുവരിക. ആ കിരീടധാരണത്തിൻ്റെ സമയത്ത് ഇങ്ങനെ പ്രതീകാത്മകമായി ഇങ്ങനെ ചെയ്യാറുണ്ടത്രേ. സിംഹാസനം താഴെ ഇറക്കുന്നു, സിംഹാസനം താഴെ ഇറക്കി പല പ്രാവശ്യം പഞ്ഞിയെടുത്ത് കത്തിക്കുന്ന ഒരു പ്രക്രിയ. എന്നിട്ട് വത്തിക്കാനിലെ ഗായക സംഘം ഇങ്ങനെ പാടുമത്രേ, ലോകത്തിൻ്റെ മഹത്വം ഇതുപോലെ കടന്നു പോകും. മാർപ്പാപ്പയെ ഓർമ്മിപ്പിക്കാനുള്ളതാണിത്. മാർപ്പാപ്പയെ മാത്രമല്ല, ദൈവജനത്തെ മുഴുവൻ, നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കാനുള്ള ഒരു പ്രതീകാത്മകമായിട്ടുള്ള കാര്യമാണത്. പഞ്ഞിയെടുത്ത് കത്തിച്ചു കൊണ്ട് പറയുന്നു, ലോകത്തിൻ്റെ മഹത്വം ഇതുപോലെ കടന്നു പോകും. ഗായസംഘം ഒരുമിച്ച് ആ സമയത്ത് ആലപിക്കും, സിക് ട്രാൻസിറ്റ് ഗ്ലോറിയ മുന്തി, ലോകവും ഇതുപോലെ കടന്നു പോകും. ഒരു പഞ്ഞിക്കെട്ട് കത്തിത്തീരുന്നത് പോലെ ഈ ലോകവും ഈ ലോകത്തിൻ്റെ കാര്യങ്ങളും കടന്നു പോകും. അതുകൊണ്ടാണല്ലോ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഫ്രാൻസിസ് അസീസിയുടെ തിരുനാളിൻ്റെ തലേന്ന് ഫ്രാൻസിസ്കൻ സഹോദരന്മാർ പ്രത്യേകമായി ആഘോഷിക്കുന്ന ഒരു തിരുനാൾ ട്രാൻസിത്തുസ്. പ്രത്യേകിച്ച് ഫ്രാൻസിസ് ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുന്നതിന് മുമ്പ്
തന്നെ തറയിൽ കിടത്തണമെന്ന് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുന്നുണ്ടല്ലോ. അത് ഓർമ്മിപ്പിക്കാനാണ്, നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കാനാണ്. ഈ ലോകവും ഈ ലോകത്തിൻ്റെ കാര്യങ്ങളും നൈമിഷികമാണെന്നും അതെല്ലാം കടന്നു പോകുന്നുവെന്നും നമ്മെ ഓർമ്മിപ്പിക്കാനാണ്. വിശുദ്ധരുടെ ജീവിതത്തിൽ ഈ ഇറ്റേണൽ കോൺഷ്യസ്നെസ്, നിത്യാവബോധം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. നിത്യതയിൽ ലയിക്കാനുള്ളവനാണ് ഞാനെന്നുള്ള ഒരു ബോധവും ബോധ്യവും വിശുദ്ധാത്മാക്കൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിച്ചത്. വിൻസെൻ്റ് ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, സ്വർഗമാണ് എൻ്റെ ലക്ഷ്യം. സ്വർഗത്തെ പരിഗണിക്കുമ്പോൾ മറ്റുള്ളതെല്ലാം ചപ്പുചവറുകളായി ഞാൻ പരിഗണിക്കുകയാണ്. സ്വർഗത്തിനാണ് ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം ചപ്പുചവറ് പോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ഇറ്റേണൽ കോൺഷ്യസ്നെസ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ ലോകവും ഈ ലോകത്തിൻ്റെ കാര്യങ്ങളും കടന്നു പോകും. വീണ്ടും ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ചാക്രിക ലേഖനത്തിൽ ഫ്രത്തേലി തൂത്തിയിൽ ഓർമ്മിപ്പിച്ചു തരുന്നത്, മനുഷ്യർ കെട്ടിപ്പൊക്കിയ പല മുഖവാരങ്ങളും 1.25 വർഷമായിട്ടുള്ള കൊറോണ മഹാവ്യാധിയുടെ കാലഘട്ടത്തിൽ തകർന്നുപോയി. മനുഷ്യൻ അഹങ്കരിച്ചിരുന്ന പല കാര്യങ്ങളും അതെല്ലാം തകർന്നു വീഴുന്ന സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് നിത്യതയെക്കുറിച്ചുള്ള അവബോധം നമുക്കുണ്ടാകട്ടെ. ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ് നമുക്ക് ആവശ്യമാണ്. സ്പിരിച്വൽ കോൺഷ്യസ്നെസ് നമുക്ക് ആവശ്യമാണ് ഈ ലോകത്തിൽ ജീവിക്കുവാൻ. അതോടൊപ്പം ഒരു ഇറ്റേണൽ കോൺഷ്യസ്നെസ്, ഇറ്റേണൽ ഓയിഡ നമുക്ക് ആവശ്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, വലിയ അറിവിലേക്ക്, വലിയ അവബോധത്തിലേക്ക് ഈശോ കടന്നു വന്നതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് വലിയ അവബോധം ഞങ്ങളിലേക്ക് വെച്ച് നീട്ടിത്തരണമേ. നിത്യതയിലേക്ക്, ആത്മീയതയിലേക്ക്, ചരിത്ര വഴികളിലേക്ക് വലിയൊരു അവബോധം ഞങ്ങളുടെ ജീവിതത്തിലും വെച്ച് നീട്ടിത്തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.